വോട്ട് വെക്കുന്നത്. പക്ഷെ നോക്കൂ, നിങ്ങൾ BJPയും NDAയും കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ കഴിഞ്ഞ 70 കൊല്ലക്കാലം ഈ നാട് ഭരിച്ചിട്ടുള്ള മുന്നണികൾ LDF ആയാലും UDF ആയാലും അവർക്ക് കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയാനല്ല അവസരം. അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഈ നാടിന്റെ വികസനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ വോട്ട് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ പ്രസ്താവനകൾ, അഭിമുഖങ്ങൾ, പ്രസംഗങ്ങൾ എല്ലാം നിങ്ങൾ നോക്ക്. ആരെങ്കിലും ഈ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും അവർക്ക് പറയാനുള്ളത് മലയാളത്തിന്റെ ഭാവിയെക്കുറിച്ചല്ലോ. അവരതിനപ്പുറത്ത് എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ വേണ്ടി, 10 വോട്ട് കിട്ടാൻ വേണ്ടി, വികസനത്തിന് പകരം വിവാദമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ആളുകളുടെ മനസ്സിൽ വിദ്വേഷമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് UDFും LDFും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം സ്വീകരിക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം വികസനത്തിന്റെ രാഷ്ട്രീയം സ്വീകരിക്കുമ്പോൾ LDFും UDFും സ്വീകരിക്കുന്നത് വിദ്വേഷത്തിന്റെയും വിനാശത്തിന്റെയും രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ ബാധിക്കാത്ത വിഷയങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ നാട്ടിൽ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ജീവൽ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളല്ലല്ലോ ചർച്ച ചെയ്തത്. അതിനു പകരം ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത് മുതൽ CPMും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ പരസ്പരം ആരോപിക്കുന്നത് BJPയെക്കുറിച്ചാണ് പരാതികൾ. BJP എങ്ങനെ തോൽപ്പിക്കാമെന്നതിനെ കുറിച്ചാണ് CPMും കോൺഗ്രസും ഇന്ന് വല്ലാതെ ബുദ്ധിമുട്ടുന്നത്. അതിനുവേണ്ടിയാണ് ആ 2 പാർട്ടികൾ അവിശുദ്ധമായിട്ടുള്ള സഖ്യമുണ്ടാക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി അവിശുദ്ധമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, സഖ്യമുണ്ടാക്കാൻ, അണിയറയിൽ പരസ്പരം സഹായിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ, അതിനുവേണ്ടി എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ, കൂട്ടുപിടിക്കാൻ, എല്ലാ രാജ്യദ്രോഹ ശക്തികളെയും, മതമൗലികവാദികളെയും, മതഭീകരവാദികളെയും, എല്ലാ ആസുരിക ശക്തികളെയും കൂടെ ചേർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും BJPയെ തോൽപ്പിക്കാമെന്നുള്ള ഏകമുഖ അജണ്ടയുമായി മുന്നോട്ട് പോകുന്ന മുന്നണികളാണ് CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള മുന്നണികൾ. അതാണല്ലോ കഴിഞ്ഞ കുറേ ദിവസമായി നാം കാണുന്നത്. ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFനെ സഹായിക്കുന്നത്? LDFനെ സഹായിക്കുന്നത് ഈ രാജ്യത്ത് ഏറ്റവും വലിയ മതഭീകരവാദത്തെ സൃഷ്ടിച്ചിട്ടുള്ള STP എന്ന് പറയുന്ന ആളുകളാണ് CPMനെ സഹായിക്കുന്നത്. അവരാണ് CPMന്റെ സഹയാത്രികർ. കേരളത്തിലെ ഒരുപാട് മണ്ഡലങ്ങളിൽ SDPI പരസ്യമായി CPMനെ സഹായിക്കുകയാണ്. എന്തേ കേരളത്തിലെ CPMലെ നേതാക്കന്മാർ ഞങ്ങൾക്ക് അവിടെ വോട്ട് വേണ്ട എന്ന് പറയുന്നില്ല? നിങ്ങൾ വലിയ വായിൽ വർത്തമാനം പറയുന്നവരാണല്ലോ, വലിയ മതേതരത്വം പറയുന്നവരാണല്ലോ, വർഗീയ വിരുദ്ധമായ നിലപാടാണ് ഞങ്ങൾക്കുള്ളത് എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്നവരാണല്ലോ നിങ്ങൾ. എന്തേ കേരളത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന 2047 ആകുമ്പോൾ ഈ രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള SDP എന്ന് പറയുന്ന ആളുകൾ അവർ CPMനെ സഹായിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ വോട്ട് വേണ്ട എന്ന് പറയാൻ എന്തേ CPMന് സാധിക്കുന്നില്ല? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർ ആവർത്തിച്ച് ചോദിച്ചല്ലോ. നാട്ടിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന മുഖ്യമന്ത്രി എന്തേ ഈ ചോദ്യത്തിന് മാത്രം ഉത്തരം പറയുന്നില്ല? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ലാത്തത്? മുഖ്യമന്ത്രി ആകെ പറഞ്ഞത് അവരുടെ കാര്യം അവരോട് ചോദിക്കണമെന്നാണ്. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. അവർ അവരുടെ കാര്യമല്ലല്ലോ പറഞ്ഞത്. കേരളത്തിൽ SDP എന്ന് പറയുന്ന പാർട്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖം, ആ പാർട്ടി CPMനും LDFനെയും സഹായിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. പക്ഷേ ആ ചോദ്യത്തിന് മാത്രം ഉത്തരം പറയാൻ ഈ നിമിഷം വരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോട് ചോദിച്ചു, MA ബേബിയോട് ഇതേ ചോദ്യം. MA ബേബിയുടെ ഉത്തരം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആരുടെയും വോട്ട് സമാഹരിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ SDPക്കാർ വോട്ട് ചെയ്താൽ ആ വോട്ടും സ്വീകരിക്കും. ഇനി കോൺഗ്രസ് വിട്ട് ജമായത്ത് ഇസ്ലാമി വന്നാൽ അതും സ്വീകരിക്കും. MA ബേബി അതും പറഞ്ഞു, ജമായത്ത് ഇസ്ലാമി പഴയ ജമായത്ത് ഇസ്ലാമിക്കല്ല, മാറ്റമുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെന്താ CPMന്റെ നിലപാട്?
CPM-ന്റെ പ്രവർത്തകന്മാർ ആലോചിക്കേണ്ടത്, നിങ്ങൾക്കൊരു പക്ഷേ 10 വോട്ട് കിട്ടുമായിരിക്കാം. പക്ഷെ കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPയുടെയും ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട ഒരുപാട് സഖാക്കളുണ്ട്. അത് CPM മറന്നുപോകാൻ പാടില്ലായിരുന്നു. ഇപ്പൊ പുതിയ വാദവുമായി വന്നിരിക്കുകയാണ്. എങ്ങനെയെല്ലാം SDPയെ ന്യായീകരിക്കണമെന്ന് AKG സെന്ററിൽ വലിയ വലിയ ഗവേഷണം നടത്തി CPM-ന്റെ മുതിർന്ന നേതാവ് ശ്രീ AK ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, SDPയുടെ വോട്ട് ഞങ്ങൾ മേടിക്കുന്നത് അവരെ നന്നാക്കാനാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ SDPയെ നന്നാക്കാനുള്ള കരാറെടുത്തിട്ടുണ്ടോ CPM? കേരളത്തിൽ SDP എന്ന് പറയുന്ന മുസ്ലിം മതമൗലികവാദ സംഘടനയെ, ഈ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മതതീവ്രവാദ സംഘടനയെ, ആ സംഘടനയെ ന്യായീകരിക്കാൻ, ആ സംഘടനയെ നന്നാക്കാൻ അതിന്റെ കോൺട്രാക്ട് CPM എടുത്തിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ CPM പറയണം, എന്താണ് ഡീല്? കേരളീയ പൊതുസമൂഹത്തിന് മുമ്പിൽ SDPക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഈ SDPയും CPM-ഉം തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡീൽ എന്താണ് എന്ന് പറയാൻ CPM നേതാക്കന്മാർ തയ്യാറാകണം. നിങ്ങളവരെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോ, അവരെ നന്നാക്കിയെടുക്കാനാണ് ഞങ്ങളുടെ കൂടെ ചേർക്കുന്നത് എന്ന് പറയുമ്പോ, അങ്ങനെ അവരെ നന്നാക്കിയെടുക്കാൻ നിങ്ങളും അവരും തമ്മിലുള്ള ധാരണ എന്താണ് എന്ന് പറയാൻ CPM തയ്യാറാകണ്ടേ? ഞാൻ സൂചിപ്പിച്ചത്, ഈ തെരഞ്ഞെടുപ്പിൽ 10 കൊല്ലക്കാലം കേരളം ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിയും ഗവൺമെന്റും മുന്നണിയും 10 വർഷക്കാലം ഈ കേരളത്തിൽ അവർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനം പറഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യില്ല എന്ന് ബോധ്യമായപ്പോഴാണ് ഈ പ്രാവശ്യം SDPയുടെ വോട്ട് മേടിക്കാൻ തയ്യാറായത്. CPM SDPയുടെ പുറകിലാണെങ്കിൽ കോൺഗ്രസ് നേരത്തെ മുതൽ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ ജമായത്ത് ഇസ്ലാമിയുടെ കൂടെയാണ്. വെൽഫെയർ പാർട്ടി നടത്തുന്ന എല്ലാ യോഗങ്ങളിലും എങ്ങനെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുക? UDF-ന് വേണ്ടി പരസ്യമായി ജമായത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും പരിപാടികൾ വെക്കുന്നു. എങ്ങനെയാണ് കോൺഗ്രസിന് ജമായത്ത് ഇസ്ലാമിയുമായി സഖ്യമുണ്ടാക്കാൻ സാധിക്കുക? ജമായത്ത് ഇസ്ലാമി രാജ്യത്ത് നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ് എന്ന് ആദ്യം പറഞ്ഞത് നമ്മളാരുമല്ല. ഈ രാജ്യത്ത് നരസിംഹറാവുവിന്റെയും മൻമോഹൻ സിംഗിന്റെയും കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയാണ് ഈ രാജ്യത്ത് സിമിയുടെ നിരോധനത്തിനെ തുടർന്ന് ജമായത്ത് ഇസ്ലാമിയും നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞത്. ഈ കേരളത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ആ സർക്കാർ കൊടുത്തൊരു അഫിഡവിറ്റുണ്ട്. അന്ന് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ, ആ സത്യവാങ്മൂലത്തിലാണ് പറയുന്നത്, ജമായത്ത് ഇസ്ലാമി രാജ്യത്തിന്റെ ഭരണഘടന നിരാകരിക്കുന്ന സംഘടനയാണ്, ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന സംഘടനയാണ്, രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന സംഘടനയാണ്, ഈ രാജ്യത്തിലെ ബഹുസ്വര സമൂഹത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഘടനയാണ്. ഈ അഭിപ്രായം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ പറഞ്ഞത് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോ UDF-ന്റെ ഗവൺമെന്റ്. ഞങ്ങൾ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുന്ന ആ നിലപാട് നിങ്ങൾ പുറച്ചു നിൽക്കുന്നുണ്ടോ? താങ്കൾ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ UDF ഗവൺമെന്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കാൻ VD സതീശന്റെ പാർട്ടി ഇന്ന് തയ്യാറുണ്ടോ? രമേശ് ചെന്നിത്തലയുടെ പാർട്ടി തയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയണം, ജമായത്തെ ഇസ്ലാമി രാജ്യദ്രോഹ സംഘടനയാണ് എന്ന് പറയേണ്ടി വരും. ജമായത്തെ ഇസ്ലാമി ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന സംഘടനയാണ് എന്ന് പറയേണ്ടി വരും. ജമായത്തെ ഇസ്ലാമി മതനിരപേക്ഷ സ്വഭാവത്തെ തകർക്കുന്ന സംഘടനയാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ആളുകളുമായി സന്ധി ചെയ്യാൻ കോൺഗ്രസിന് പ്രയാസമില്ലല്ലോ. കോൺഗ്രസിന്റെ കൂടെയാണല്ലോ ഇന്ന് വരുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അത് കേരളത്തിന്റെ വികസനത്തെ പുറകിലേക്ക് തള്ളിവിട്ട് മതമൗലികവാദികളെയും ഭീകരവാദികളെയും തീവ്രവാദികളെയും വെള്ളപൂശാൻ, അവർക്കെല്ലാം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ, അവരെയെല്ലാം മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ, അതിനുവേണ്ടിയാണ് CPM-ഉം കോൺഗ്രസും ശ്രമിക്കുന്നത്. കേരളമല്ല ഇവർക്ക് പ്രധാനം, കേരളത്തെ രക്ഷിക്കലല്ല ഇവർക്ക് പ്രധാനം. ഇവരാഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും കേരളത്തിലെ തകർക്കാനാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ പറഞ്ഞത്, UDF-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയം വിനാശത്തിന്റെ രാഷ്ട്രീയമാണ്. UDF-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ്. UDF-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയം വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമാണോ കേരളത്തിൽ ആവശ്യം? അതോ
ഈ കേരളത്തെ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളെയും പോലെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ, വികസനത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ ഒരു പുതിയ രാഷ്ട്രീയമാണോ കേരളത്തിന് വേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള സന്ദർഭമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനുള്ള അവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ 10 കൊല്ലക്കാലം LDFന്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തു നൽകിയെന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമാണല്ലോ. നാട്ടിലെമ്പാടും വലിയ വലിയ ബോർഡുകൾ, മുഖ്യമന്ത്രിയുടെ വലിയ പടങ്ങളുള്ള ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ്, ഒരു മുഖം മാത്രമേ CPMനുള്ളൂ. CPMന് ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അന്നൊന്നും നമ്മളിത് കണ്ടിട്ടില്ല. EMS കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. EMSന്റെ വലിയ മുഖം വെച്ച് വോട്ട് പിടിക്കുന്ന ചിത്രം നമ്മൾ ആരും കണ്ടിട്ടില്ല. EK നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. നായനാരുടെ പടം വെച്ച് CPM വോട്ട് പിടിക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. അച്യുതാനന്ദന്റെ പടം മാത്രം വെച്ച് വോട്ട് പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഈ പ്രാവശ്യം ഒരു മുഖം മാത്രമേ ഉള്ളൂ. CPM പിണറായി വിജയന്റെ വലിയ മുഖം വെച്ച് വോട്ട് പിടിക്കുകയാണ്. ഏതായാലും അങ്ങനെ ഒരു തീരുമാനമെടുത്തത് നിങ്ങൾ നല്ല കാര്യമാണെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെ നിങ്ങളെ കൊണ്ട് തീരുമാനിപ്പിച്ചത് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ പിണറായി വിജയന്റെ വലിയ മുഖം കണ്ടാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാളും CPMന് വോട്ട് ചെയ്യില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ മുഖം തന്നെ നിങ്ങൾ വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ വലിയ മുഖം വെച്ച് നിങ്ങൾ എഴുതി പിടിക്കുന്ന മുദ്രാവാക്യം എന്താ? നിങ്ങൾ നാട്ടിലെമ്പാടും വെച്ച് നാട്ടിലെമ്പാടും ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കിയതല്ല, നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെ കുറിച്ച് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഈ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് കാട്ടാക്കടയിൽ മാറ്റമുണ്ടാവണം. കാട്ടാക്കടയിൽ മാറ്റമുണ്ടാവാൻ ഈ കാട്ടാക്കടയുടെ ഹൃദയം എന്താണ് എന്ന് മനസ്സിലാക്കിയ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിലേറെയായി ഈ കാട്ടാക്കടയുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന PK കൃഷ്ണദാസിയെ താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുവാൻ, ഈ കാട്ടാക്കടയിൽ മാറ്റമുണ്ടാക്കാൻ, അതോടൊപ്പം നമ്മുടെ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ശ്രീ വിവേക് ഗോപൻ, ശ്രീ TN സുരേഷ്, ശ്രീ ചെങ്കൽ രാജശേഖരൻ, ശ്രീ ഗിരീഷ് ദയാർ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും താമരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അവരെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. വന്ദേ മാതരം. ഭാരത് മാതാ കി. അടുത്തതായി യുവമോർച്ച സ്റ്റേറ്റ് പ്രസിഡന്റ് വി മനു പ്രസാദ് അവർകളെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. बोलो भारत माता की. ലോകാരാധ്യനായിട്ടുള്ള, ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനകരമായി ഭാരതത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ശ്രീ അമിത്ഷാജിക്ക് കേൾക്കാൻ ഈ കാട്ടാക്കടയുടെ മണ്ണിൽ നിന്ന് നമ്മൾ വിളിക്കേണ്ട ഉച്ചം ഇത്ര മാത്രമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. बोलो भारत माता की. बोलो भारत माता की. ഈ കേരളത്തിൻ്റെ മണ്ണിൽ മുൻപ് MP രമേശേട്ടൻ സൂചിപ്പിച്ചതുപോലെ അനിവാര്യമായ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. കേരളം ഇതിനു മുമ്പ് സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത വിധം ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുവേ അല്ല, ഒരു എതിരാളിയേ അല്ല എന്ന് ഇരുമുന്നണികളും വേണ്ടുവോളം ആവോളം നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. ഇപ്പോഴും അവരുടെ വാക്കുകളിലെല്ലാം ആ വിചാരവും ആ കാര്യങ്ങളും കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുമുന്നണികളും ഒരുപോലെ എതിർക്കുകയും അറ്റാക്ക് ചെയ്യുകയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന
ഒരു പ്രസ്ഥാനമായി ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ദേശീയ ജനാധിപത്യ സഖ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും ഏറ്റവും വലിയ പ്രത്യേകത. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ നമ്മൾ ഓരോ വീടാന്തരം കയറിയിറങ്ങി പോകുന്ന സമയത്ത് അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നത് എന്ന് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പറയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ഒരാൾക്ക് ഒരു വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും, ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്, നമ്മുടെ പ്രവർത്തകർക്ക് ഒരു വീട്ടിൽ പോയി അഭിമാനത്തോടു കൂടി ഞങ്ങൾ വന്നിരിക്കുന്നത് വികസനത്തിന് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. അങ്ങനെ പറയുന്ന സമയത്ത് അവരുടെ കൺമുന്നിലേക്ക് തെളിഞ്ഞു വരുന്ന നിരവധിയായ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ശ്രീമാൻ നരേന്ദ്രമോദിജിയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. വീടുകളിലേക്ക്, വെള്ളമില്ലാതിരുന്ന സ്ഥലങ്ങളിലേക്ക് പൈപ്പ് ലൈനുകളിലൂടെ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രി ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കിയത് ആര്? അത് നരേന്ദ്രമോദിജിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളില്ലാതിരുന്ന സാധാരണക്കാരും നിർധനരുമായിരുന്ന ജനങ്ങളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് കൊണ്ടെത്തിച്ചു കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഒരു വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഓടി വരുന്ന ഒരു പെൺകുട്ടിയെ ഒന്ന് തലോടുന്ന സമയത്ത് അഭിമാനത്തോടുകൂടി ഭാരതീയ ജനതാ പ്രവർത്തകർക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർക്ക് പറയാൻ സാധിക്കും, ആ കുട്ടിയുടെ കയ്യിലോ ഒന്ന് തലയിലോ തലോടുന്ന സമയത്ത് നരേന്ദ്രമോദിജിയുടെ കരപർശം സുകന്യ സമൃദ്ധി യോജനയിലൂടെ ആ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അത് ശ്രീമാൻ നരേന്ദ്രമോദിജിയാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ചിലർ വീടുകളിലേക്കൊക്കെ കയറി ചെന്ന് നിങ്ങൾക്കിതെല്ലാം തന്നത് ഞങ്ങളാണ് എന്ന് അവകാശപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആ ജനം തിരിച്ചു ചോദിക്കുന്ന ചോദ്യങ്ങൾ ധാരാളമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾ അരി തന്നില്ലേ എന്ന് ചില ആളുകൾ വീട്ടിൽ പോയി ചോദിക്കും. അപ്പോൾ അവിടുത്തെ ആളുകൾ, വീട്ടുകാർ ഇറങ്ങി ചെന്ന് കമ്മ്യൂണിസ്റ്റിന്റെ പ്രവർത്തകരോട് പറയും, നിങ്ങൾ ഞങ്ങൾക്ക് അരി തന്നു എന്ന് പറയുമ്പോഴും ഞങ്ങൾ റേഷൻ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരുന്ന സ്ലിപ്പിനുള്ളിൽ പ്രധാനമന്ത്രി ഗരീബ് അന്ന യോജന എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നതല്ല, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ബോധ്യമുള്ള ഒരു നേതാവ് രാജ്യം ഭരിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിയതാണ് എന്ന് പറയും. അങ്ങനെ തുടങ്ങിയാൽ എണ്ണിയാ തീരാത്ത, ഈ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു തീരാൻ പറ്റാത്ത, അക്കമിട്ട് നിരത്തിയാൽ അവസാനിക്കാത്തത്ര പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തൊരു സംഘടനയുടെ പ്രവർത്തകർക്ക് അഭിമാനത്തോട് കയറി ചെന്ന് വീടുകളിൽ നിന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, ഈ രാജ്യത്ത് ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അരികുവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരും നിർധനരുമായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അഭിമാനകരമായ ഒരു വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. ഒരവസരം ഭാരതീയ ജനതാ പാർട്ടിക്ക്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് തരണമെന്ന് നമ്മൾ ചോദിക്കുന്നത് അവസരം കിട്ടിയ ഇടങ്ങളിലെല്ലാം നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സമർപ്പിതമായി മുന്നോട്ട് പോയ നിരവധി ആളുകളെ സംഭാവന ചെയ്തതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇങ്ങനെ അവകാശത്തോടുകൂടി, ഇങ്ങനെ ആത്മവിശ്വാസത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ഏതു പ്രസ്ഥാനത്തിലെ ഒരാൾക്ക് പോയി ചോദിക്കാൻ സാധിക്കും, ഞാൻ ഈ നാട് ഭരിക്കുമ്പോൾ ഈ നാടിന്റെ കടം തീർത്തിട്ടുണ്ട് എന്ന് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് പോയി ചോദിക്കാൻ പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാൾക്ക് വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. കാരണം നരേന്ദ്രമോദിജി നേരിട്ട് നൽകിയിട്ടുള്ള പദ്ധതികളെ തങ്ങളുടേതാക്കി നൽകാനുള്ള പരിശ്രമം നടത്തുന്നതിനപ്പുറം ഏതെങ്കിലും ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് ഒരു ഒറ്റ എഞ്ചിൻ സർക്കാർ കൊണ്ട് ഈ നാട്ടിൽ നടപ്പിലാക്കിയതാണ്. നമുക്കിനി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. മാറാത്തത് പലതും മാറും എന്ന് ഇത്തവണ മുന്നോട്ട് വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്, മാറാത്തത് മാറുമെന്ന് വെറുതെ പറയാനല്ല, മാറാത്തത് മാറ്റുമെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തവണ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മാറാൻ പോകുന്നത്? ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായിട്ട് തൊഴിലില്ലാത്ത ജീവിക്കുന്ന നാടായി കേരളത്തെ മാറ്റിയെടുത്ത ഭരണകൂടത്തെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ
തുടർന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലേറണമെന്ന് ഇന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രവർത്തനത്തെ കൊണ്ടെത്തിക്കുന്നത് ഈ കേരളത്തെ ഒരു സമ്പൽ സമൃദ്ധമായ കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നും അവശേഷിക്കുന്ന ദരിദ്ര ജനവിഭാഗങ്ങളായിട്ടുള്ള ജനങ്ങളുടെ അരികുകളിലേക്ക് ഇനിയും എത്തപ്പെടാത്ത വികസനങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ നാട്ടിൽ സാധാരണക്കാരും നിർധരുമായ ആളുകളുടെ മരുന്നിനും ചികിത്സയ്ക്കുമായി കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള പദ്ധതികളെ അട്ടിമറിക്കാൻ പറ്റും വിധം അട്ടിമറിക്കുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഭരണകൂടം. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യമായി ചികിത്സ നൽകുന്ന ആയുഷ്മാൻ വന്ധ്യോജന പദ്ധതിക്ക് ഒരു തീരുമാനമുണ്ടാകുമായിരുന്നു നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് നരേന്ദ്രമോദിജി നൽകുന്ന പദ്ധതികൾ നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റുമെങ്കിൽ നന്നായി തടസ്സപ്പെടുത്തണമെന്ന് ഈ കേരളത്തിലെ ഭരണകൂടം തീരുമാനിച്ചപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടമായി പോയത് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും നീതിയുമായിരുന്നു. അതുകൊണ്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒറ്റ ഇഞ്ചിനുമായി ഞങ്ങൾ ഈ കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ മണ്ണിൽ അഭിമാനത്തോടുകൂടി ഇത്രയേറെ വികസനങ്ങൾ പറയാനുണ്ട് എങ്കിൽ ഇരട്ട എഞ്ചിനുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കേരളം സാക്ഷാത്കരിക്കാൻ പോകുന്നത് ലോകത്തിന്റെ മുന്നിൽ അഭിമാനകരമായി ഉയർന്നു നിൽക്കുന്ന ഒരു കേരളത്തെയാണ്. അത് ഏതു മേഖലയിലായാലും നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. കേരളത്തിന്റെ ഭരണകൂടത്തിന് എന്തെങ്കിലും കേരളത്തെക്കുറിച്ച് ചിന്തയുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദൈനംദിന വിഷയങ്ങളെക്കുറിച്ചും ഈ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചും സമൂഹത്തിന്റെ മുന്നിൽ ചർച്ച ചെയ്ത് അതിൽ നിന്ന് ജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിച്ച് അതിൽ നിന്ന് വിജയത്തിലേക്ക് എത്തുക എന്നുള്ള അഭിമാനകരമായ മുന്നോട്ട് പോക്കാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിന്റെ മുന്നിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അവരുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഇവിടത്തെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ചും പോപ്പുലർ ഫ്രണ്ട് SDPI സംഘടനകളെ കുറിച്ചുമാണ്. അതായത് ഞങ്ങളുടെ വോട്ട് ബാങ്കുകളായി ഇവരെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭിമാനകരമായി പറയാൻ പറ്റും, അഭിമന്യു എന്ന് പറയുന്ന ഒരാളുടെ ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നത് നമുക്കെല്ലാവർക്കും അറിയാം. SFIയുടെ നേതാവായിരുന്ന അഭിമന്യുവിനെ കുത്തിക്കൊന്ന പോപ്പുലർ ഫ്രണ്ടുകാരനെ നിരോധിക്കാൻ തയ്യാറായത് ആര് എന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിജിയാണ്. അഭിമന്യുവിനെ കുത്തിക്കൊന്ന പോപ്പുലർ ഫ്രണ്ടുകാരെ നിരോധിക്കരുതേ എന്ന് പറഞ്ഞ് നടന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് CPM ആണ്. അങ്ങനെ ഇരു മുന്നണികളും നന്നായി വർഗീയത പറഞ്ഞ് ഈ നാട്ടിനെ മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാടിന്റെ പുരോഗതിക്ക്, നാടിന്റെ വികസനത്തിന് എല്ലാം നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത് ഒരു ഇരട്ട എഞ്ചിൻ ഉണ്ടാക്കാനുള്ള നമ്മുടെ പ്രയത്നമാണ്. ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാം ഈ പ്രയത്നത്തിന് നരേന്ദ്രമോദിജിയുടെ നേരിട്ടുള്ള പ്രതിനിധികളായി നമ്മുടെ ഈ പ്രദേശത്ത് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പ്രിയപ്പെട്ട PK കൃഷ്ണദാസേട്ടൻ, അതോടൊപ്പം തന്നെ നെയ്യാർ ഗിരീഷ്, അതോടൊപ്പം തന്നെ വിവേക് ഗോപൻ, TN സുരേഷ് തുടങ്ങി എല്ലാവരെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഹോരാത്രമായ പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ആ നേതൃത്വത്തിന് വേഗതയേറുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് നരേന്ദ്രമോദിജിയുടെ സർക്കാരിനെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുമ്പോൾ നമ്മുടെ ഊർജവും അതിനനുസരിച്ച് ഉയർന്നുകൊണ്ട് ഈ സ്ഥാനാർത്ഥികളെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നിയമസഭയ്ക്കുള്ളിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. നന്ദി, നമസ്കാരം. നാം ഏവരും അക്ഷമയോട് കാത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ കാവലാളായിട്ടുള്ള നമ്മുടെ ആഭ്യന്തരമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ സമ്മേളന വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളന വേദിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിലേക്ക് ആരാധ്യനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് S സുരേഷ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ തിരുവനന്തപുരം സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുക്കമ്പാലമുട് ബിജു, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശ്രീ PK കൃഷ്ണദാസ് ജി അവർകൾ, KKCയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖർ